ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഒത്തിരി സന്തോഷത്തിലാണ്. കാരണം ഇതെൻ്റെ 16ാമത്തെ വീഡിയോ ആണ്. 16ാമത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ചെറിയൊരു കാര്യമല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതിപ്പോൾ ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത യൂട്യൂബാണ്. ഒരു 3 വർഷം മുന്നേ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3-4 ഫുൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. അങ്ങനെ അവിടെ ഡ്രോപ്പായി പോയതാണ്. പിന്നെ ഞാൻ ഈ സമയത്ത്, അതായത് പ്രഗ്നൻ്റ് ആയ സമയത്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പം എനിക്കിത് നന്നായിട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് എത്രത്തോളം സാധിക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെ ഇവിടം വരെ എത്തി. ഓരോ വീഡിയോ ഇടുമ്പം ഓരോ സബ്സ്ക്രൈബേഴ്സൊക്കെ ഇങ്ങനെ കൂടി വരുമ്പോഴൊക്കെ പിന്നെയും വീഡിയോ ഇടാനുള്ളൊരു എന്താ പറയുക, ഒരു പ്രചോദനം എന്നൊക്കെ പറയാമല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടം വരെ എത്തി. അതായത് 16ാമത്തെ വീഡിയോ വരെ എത്തി. ഇനി ഒത്തിരി വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പോൾ ഇനി കാര്യത്തിലേക്ക് കിടക്കാം. അങ്ങനെ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊന്നുമില്ലാത്തൊരു വീഡിയോ ആണേ. ഒരു മടി പിടിച്ച ദിവസം, അതായത് കഴിഞ്ഞ 1 ഇയറായിട്ട് കാര്യമായിട്ട് ഞാനൊന്നും ചെയ്യാറില്ല. ചെറിയ ക്ലീനിങ്ങും കുഞ്ഞു കുക്കിങ്ങും പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യവും ഒക്കെ ആയിട്ട് ഓരോ ദിവസം ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇനി ലൈഫ് ഒന്ന് റീസെറ്റ് ചെയ്യുന്ന സമയമായിട്ടുണ്ട്. കാരണം ഇത്ര നാളായില്ലേ, ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 3 മാസമായി. അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഡോക്ടറും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. ഇപ്രാവശ്യം അത്യാവശ്യം വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കണമെന്ന് ആഗ്രഹമുണ്ട്. രാവിലത്തെ ഒരു ബോൾ കളിയാണ്. അപ്പോൾ അവൻ നേരത്തെ എഴുന്നേറ്റുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ താമസിച്ച് എഴുന്നേറ്റ് മെല്ലെ വന്നതേ ഉള്ളൂ. അപ്പോൾ അവനവിടെ മുറ്റത്ത് കളിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ആ കൂടത്തിൽ കൂടി അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങനെ കളിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒന്ന് ഫ്രഷ് ആകാൻ കയറിയത്. എൻ്റെ രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഇസക്കുട്ടിയുടെ കാര്യം നോക്കും. അവളുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, ഡയപ്പർ ചേഞ്ച് ചെയ്യണം, പിന്നെ ഫീഡ് ചെയ്യാനുണ്ട്. ഈ കാര്യമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോകും. ഞാനും ലൂക്കാച്ചനും. ചില സമയത്ത് ലൂക്കാച്ചൻ നേരത്തെ കുടിക്കും കേട്ടോ. ഇന്ന് ഞാനും ലൂക്കാച്ചനും കൂടെയാണ് ചായ കുടിക്കുന്നത്. അവന് പാലും ഞാൻ ചായയും പിന്നെ അവന് റസ്ക്കും. ഇതാണ് ഞങ്ങളുടെ രാവിലത്തെ ചായ പരിപാടി. അവൻ എന്നാ കാര്യം ചെയ്യണമെങ്കിൽ ലൂക്കാച്ചയാണ്. അവനെ തന്നെ ലൂക്കാച്ച വിളിച്ചാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫാൻ ഇടാൻ വേണ്ടിയിട്ട് ലൂക്കാച്ച ഇടാമെന്ന് പറഞ്ഞു പോയതാണ്. ഞാൻ ലാസ്റ്റ് ഇട്ട ഷോർട്സിൽ ബേബി ആക്ടിവിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസക്കുട്ടിക്ക് ഇപ്പോൾ 3 മന്ത് ആണല്ലോ. അപ്പോൾ 3 മന്ത് ആയ ഇസക്കുട്ടിക്ക് ഞാൻ ചെയ്യുന്ന ചെറിയ ആക്ടിവിറ്റീസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നാണ് ഞാനിങ്ങനെ സ്റ്റോറീസ് വായിച്ച് കേൾപ്പിക്കും. അത് എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ കേട്ട് കിടന്നോളും. ചിലപ്പോൾ ലൂക്കാസിന് വരും കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ പറയും, ബുക്കൊക്കെ ഇങ്ങനെ കാണിക്കും. അപ്പം എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കും, ചിരിക്കും. അത് കാണുമ്പോൾ ഒരു രസമല്ലേ. അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ സ്റ്റോറീസൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. നമ്മളൊരു കാര്യം പറഞ്ഞ് വേറെ ഏതൊക്കെയോ വഴിക്കായിപ്പോയി. അപ്പോൾ തിരിച്ച് കാര്യത്തിലേക്ക് വന്നാൽ, ഞാൻ കുറച്ചായിട്ട് ഇപ്പോൾ സ്കിൻ കെയറും ഹെയർ കെയറും മീ ടൈമും
ഇതൊന്നും കാര്യമായിട്ട് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഞാൻ വീക്ക്ലി വൺസ് ഒരു മീ ടൈം എടുക്കും, ഹെയർ കെയർ നോക്കും, പിന്നെ സ്കിൻ കെയർ ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യുമായിരുന്നു. ഇപ്പം അതൊന്നും ചെയ്യുന്നില്ല. സമയമാട്ടോ പ്രശ്നം. സമയം ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ അത് പ്രോപ്പറായിട്ട് ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ മെനക്കെട്ടിട്ടില്ല. അതുമാത്രമല്ല, കുഞ്ഞുള്ളതുകൊണ്ട് അവളുടെ ഉറക്കം, അതിൻ്റെ ടൈം, അതൊക്കെ ഒന്ന് സെറ്റാവണമല്ലോ. അപ്പോൾ ആ ഒരു ട്രാക്ക് വന്നത്, അതായത് ആ ടൈമൊക്കെ ഒന്ന് സെറ്റായി വന്നത് ഇപ്പോഴാട്ടോ. ഏകദേശം ഇപ്പം ഉറക്കത്തിൻ്റെ സമയവും ഫീഡ് ചെയ്യേണ്ട സമയമൊക്കെ എനിക്കിപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ ലൂക്കായുടെ കാര്യമാണെങ്കിലും അവൻ്റെ ആവശ്യങ്ങളും എല്ലാം മാനേജ് ചെയ്ത് എങ്ങനെ രണ്ടുപേരെയും കൂടി എങ്ങനെ കൊണ്ടുപോകണ്ടേ എന്നൊക്കെയുള്ളൊരു ഏകദേശം ഒരു ഐഡിയ, അതായത് ഒരു മാനേജബിളായി വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാനും അതിൻ്റെ കൂടെ തന്നെ എൻ്റെ കാര്യങ്ങൾ ചെയ്യാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ടൈം ഞാനിപ്പം കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ കാര്യങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. മുന്നേ ഉണ്ടായിരുന്നു, എനിക്ക് സ്റ്റിച്ചിങ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിനുള്ളൊരു സിറ്റുവേഷൻസ് ഒന്നും പിന്നീട് അങ്ങോട്ടുണ്ടായില്ല. ഇനിയിപ്പം ഈ അടുത്തൊന്നും അതുണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ എനിക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും പഠിക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നോക്കണം. അതിനുള്ളൊരു ടൈം കൂടെ കണ്ടെത്തണം. ഉടനെ പറ്റുമെന്ന് തോന്നില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് നല്ലതാണല്ലോ. അപ്പം അതെന്തെങ്കിലും ഒരു കാര്യം കണ്ടെത്തണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിള്ളേർക്ക് ടമ്മി ടൈം അത്യാവശ്യമാണല്ലോ. അപ്പോൾ ഇവർക്ക് ഞാൻ ടമ്മി ടൈം ചെയ്യുമ്പം ഇവൾ അധികം നേരം കിടക്കത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടതാണ്, അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് ഈ സാധനം. ഇതിൻ്റെ പേര് വാട്ടർ ബഡെന്നോ വാട്ടർ മാറ്റോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് അത്യാവശ്യം നല്ല ഹെൽപ്പായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ഇങ്ങനെ കിടത്തി കഴിഞ്ഞാൽ അതിലിങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നോളൂ, കുറച്ചധികം നേരം ഇരുന്നോളൂ. അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്, ഞാൻ ലിങ്ക് ഷെയർ ചെയ്തേക്കാം. പിന്നെ എനിക്ക് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ടൈറ്റ്സാണ്, നമ്മുടെ വർക്കൗട്ടിന് വേണ്ടിയിട്ടൊക്കെ ടൈറ്റ്സും പിന്നെ ഒരു ഫുഡ് സ്ക്രബോ, സാധനത്തിൻ്റെ പേര് അങ്ങനെ തോന്നുന്നു, അതും കൂടെയാണ് വന്നത്. ഇതൊന്ന് ഇട്ട് നോക്കണം കറക്റ്റാണോ അല്ലയോ എന്ന്. പിന്നെ കുറച്ച് തുണിയൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇസക്കുട്ടി ഉറങ്ങുമ്പോഴേ അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ മടക്കി വെക്കും, ലൂക്കാച്ചൻ വന്ന് അതെല്ലാം കൂടെ താഴെ ഇടും. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ വഴക്ക് പറഞ്ഞ് ഓടിച്ചതാണ്. ഉച്ചമയക്കമാണ്, എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. അപ്പം ഞാൻ അവളുടെ കൂടെ കിടന്നു. എത്ര നേരം കിടക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം അവൾ ഇച്ചിരി നേരം ഉറങ്ങത്തുള്ളൂ. കുറച്ച് നേരം ഉറങ്ങും, പിന്നെ എഴുന്നേൽക്കും. ഒരു കൂടി പോയൊരു അരമണിക്കൂർ അത്രയൊക്കെ അവൾ ഉറങ്ങത്തുള്ളൂ. അതും അധികം സമയമൊന്നും ഉറങ്ങില്ല. അതായത് ഉച്ചയ്ക്കോ രാവിലെ ഇച്ചിരി നേരമോ അങ്ങനെയൊക്കെ അവൾ കിടന്നുറങ്ങുള്ളൂ. അതെന്തോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ രാത്രി നന്നായിട്ട് ഉറങ്ങും കേട്ടോ. രാത്രി ഇടയ്ക്കൊക്കെ എഴുന്നേൽക്കുള്ളൂ, 1-2 വട്ടമൊക്കെ എഴുന്നേൽക്കുള്ളൂ. വേഗം കിടന്നുറങ്ങുകയും ചെയ്യും. അപ്പോൾ രാത്രി വലിയ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. പിന്നെ വൈകിട്ട് ഞങ്ങളിങ്ങനെ നടക്കും മുറ്റത്തൂടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബാക്കി കാര്യങ്ങളും ബാക്കി വിശേഷങ്ങളും ഒക്കെ അതിൽ ഷെയർ ചെയ്യാവേ. അപ്പോൾ ഓക്കെ, ബൈ.